നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാവാൻ ഏറ്റവും വലിയ കാരണം കെമിക്കൽസ് ആണ്. കെമിക്കൽസ് ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് മാലിന്യമായിട്ട് ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നു. എന്നിട്ട് ആ മാലിന്യങ്ങൾ രോഗമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും കെമിക്കൽസിന്റെ ഉപയോഗം കുറയ്ക്കുക. ഏതൊരു പാക്കറ്റ് സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിന്റെ പുറകിലുള്ള ഇൻഗ്രീഡിയൻസ് വായിച്ചതിന് ശേഷം വാങ്ങുക. ആ ഇൻഗ്രീഡിയൻസിൽ കെമിക്കൽ പേര് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം കെമിക്കൽ പേര് ഒന്നും ഇല്ലെങ്കിൽ മാത്രം ആ പാക്കറ്റ് സാധനം വാങ്ങുക. കെമിക്കൽസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആവാം. അതായത് സോഡിയം ബെൻസോയേറ്റ് പോലുള്ള പ്രിസർവേറ്റീവ്സ്, അല്ലെങ്കിൽ അസിഡിറ്റി റെഗുലേറ്റേഴ്സ് ആവാം, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആവാം, ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് എൻഹാൻസേഴ്സ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്. ഇവയൊക്കെ കെമിക്കൽസിന് ഉദാഹരണമാണ്. ഇവ ഭക്ഷണം കേടുകൂടാതെ ഇരിക്കാനും ഭക്ഷണത്തിന്റെ മണവും രുചിയും കാഴ്ചയ്ക്ക് ഭംഗിയും വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നവയാണ്. ഇവ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഈ കെമിക്കൽസ് ഭക്ഷണമേ അല്ല. അവയ്ക്ക് ജീവനുമില്ല. ജീവനുള്ളത് മാത്രമേ നമ്മൾ ഭക്ഷിക്കാൻ പാടുള്ളൂ. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾക്കൊക്കെ ജീവനുണ്ട്. എല്ലാ ധാന്യങ്ങൾക്കും പച്ചക്കറികൾക്കും മാംസങ്ങൾക്കും പഴങ്ങൾക്കും പാലിനും മുട്ടയ്ക്കും ഒക്കെ ജീവനുണ്ട്. എന്നാൽ കെമിക്കൽസിന് ജീവനില്ല. അതുകൊണ്ട് കെമിക്കൽസ് കഴിയുന്നത്ര കുറയ്ക്കുക. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പാചകത്തിന് പോലും കെമിക്കൽസോ ഫുഡ് കളറോ ഉപയോഗിക്കാതിരിക്കുക.